ആരിഫ് സർ, ഈ ന്യൂനപക്ഷ വേട്ട അതിപ്പോൾ സിറിയയിൽ ഈ സുന്നി വിഭാഗം ഡ്രൂസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു വിഭാഗത്തിനെതിരെ നടത്തുകയാണ്, തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഗാസയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന കൂട്ടക്കരച്ചിലുകൾ അല്ലെങ്കിൽ ഗാസയ്ക്ക് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, ഹാഷ്ടാഗുകൾ ഒന്നും സിറിയയിൽ ഡ്രൂസിന് വേണ്ടി കാണുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ അവർക്ക് വേണ്ടി സംസാരിച്ചത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വാ തുറന്നത് ഇസ്രയേൽ മാത്രമാണെന്ന്. എന്തുകൊണ്ടായിരിക്കാം ഗാസയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഗാസയ്ക്കൊപ്പം നിന്ന ഒരു നിലപാട് സിറിയയിൽ ഡ്രൂസിന് വേണ്ടി ഇല്ലാതെ പോകുന്നത്? നമസ്കാരം. ഇന്നിപ്പോൾ നമുക്ക് ഈ ഡ്രൂസ് ആയിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് പറയാൻ പോലും ഇന്ന് സാധിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ അവിടെ ഉള്ളതുകൊണ്ടാണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാരണം ഇസ്രായേൽ ജൂതന്മാരെന്ന് പറയുന്നത് തന്നെ മിഡിൽ ഈസ്റ്റിലൊരു വളരെ ന്യൂനപക്ഷമാണ്, ലോകത്ത് തന്നെ ന്യൂനപക്ഷമാണ്. അവർ നിലകൊള്ളുന്നത് വളരെയധികം എന്താ പറയുക, ഒരു ആൻറ്റി സെമിറ്റിസം ഉള്ള ഒരു സ്ഥലം, ജൂതവിരുദ്ധതയുള്ള ഒരു സ്ഥലത്ത് അവരൊറ്റയ്ക്ക് പിടിച്ചു നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആ ഒരു പ്രദേശത്ത്. ഇന്ന് അതിലൊക്കെ വലിയ മാറ്റമൊക്കെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ അബ്രഹാം അക്കോർഡ്സിനൊക്കെ ശേഷം അവരിൽ വലിയ മാറ്റമൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു രാഷ്ട്രമായിട്ട് നിലനിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ആണ്, ആ സയനിസ്റ്റ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ ആ രീതിയിൽ നിലനിന്നതുകൊണ്ടാണ് ഇന്ന് അവർക്ക് ഒരു ശക്തിയായിട്ട് മാറാൻ കഴിഞ്ഞത്, അവർക്ക് എതിരെ വന്നിരുന്ന എല്ലാ സംഗതികളെയും ചെറുത്ത് നിൽക്കാൻ സാധിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ഒരുമയോടുകൂടി നിന്ന് ചെറുക്കാനുള്ള ഒരു സാധ്യതയോ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമോ ഇല്ലാതിരുന്ന മറ്റു പല ന്യൂനപക്ഷങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിലുണ്ട്. അത് പലതും മൺമറഞ്ഞു പോയിരിക്കുന്നു, ഇപ്പോൾ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടുള്ള മതവിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഇസ്രായേലൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ജൂതന്മാരോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് അവരോടൊപ്പം നിലനിന്ന് പോകുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ. അത് അവരുടെ ഒരു പ്രത്യേക മതവിഭാഗമാണ്. ഇപ്പം എന്താണ് ഈ ഡ്രൂസ് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. അതായത് അവരുടെ മത ആചാരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേദിക് ഹിന്ദു റിലീജിയനുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു മതവിഭാഗമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വൈഷ്ണവർ എന്നൊക്കെ പറയുന്ന ശൈവർ, ഇതുപോലെയൊക്കെയുള്ള ആളുകളെ പോലെയാണ് അവർ ഫീൽ ചെയ്യുക നമുക്കവരെ സംസാരിച്ച് കഴിഞ്ഞാൽ. ഹിന്ദു മതവുമായിട്ടാണ് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിഖുകാരെ പോലെ തോന്നും, വലിയ താടിയും തലപ്പാവും ഒക്കെ കെട്ടിയിട്ടുള്ള ആളുകളെയാണ് നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും. പക്ഷേ അവർ വിശ്വസിക്കുന്നത് ഈ രീതിയിലുള്ള, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കെതിരെയുള്ള ഈ ഒരു അക്രമം അത് അവിടെ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇസ്ലാം മത ഭീകരർ എന്ന് നമുക്ക് വിളിക്കാവുന്ന സിറിയയിലെ നിലവിലെ ആ ഒരു രാജ്യം ഭരിക്കുന്ന ആൾ, ജോലാനി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ ഈ തീവ്രവാദികളാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ അവരിവരെ പിടിച്ചിട്ട് ഇവരുടെ താടി മുടിയൊക്കെ വടിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. അല്ലാഹു അക്ബർ വിളിച്ചിട്ട് ചരച്ചു കൊടുക്കാമെന്ന് നമ്മൾ വേണമെങ്കിൽ പറയും. അതിനും ഇപ്പോൾ അത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഹ്യൂമിലിയേഷൻ അവിടെ നടത്തുകയാണ്. അവരുടെ താടിമുടിയൊക്കെ പഠിക്കുമ്പോൾ അത് അവരുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ഇപ്പോൾ സിഖുകാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവരുടെ താടിമുടിയൊക്കെ അവർ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് പല മതവിഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ മീശ വെക്കില്ല, താടി വെക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില അടയാളങ്ങൾ, ചില രീതികൾ ഓരോ മതവിഭാഗത്തിനുള്ള പോലെ ഇവർക്കും ഉണ്ട് ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ. അവർക്ക് ഈ വേഷവിധാനവും അതല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികളെക്കാളൊക്കെ അപ്പുറം ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് സ്വയം കൽപ്പിച്ച് അത് ചെയ്യുമ്പോൾ തന്നെ അത് അവരുടെ മതവിഭാഗം അല്ലെങ്കിൽ മത ഒരു രീതി ആയിട്ടത് മാറുകയാണ്. അത് അവരുടെ ഒരു തീരുമാനമാണ്, ഇതൊക്കെ വേണോ വേണ്ടയോ എന്നുള്ളത് ഉൾപ്പെടെ. അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ളൊരു മതമാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഡ്രൂസ് വിഭാഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് മതങ്ങളിൽ, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ, ഹിന്ദു, നമ്മളുടെ ഇസ്ലാമിലൊക്കെ നമ്മൾ ബൈബിള്, ഖുർആൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കിതാബ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ മതത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഈ പുസ്തകം വായിച്ചാൽ മതി എന്ന് പറയാനും അവർക്ക് പറ്റില്ല. അങ്ങനെ ഒരു വളരെ സീക്രട്ടായിട്ട് ഉള്ള ഒരു സ്ക്രിപ്ചറൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. പിന്നെ ഇത് ഏകദൈവ വിശ്വാസമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുക. അതും മറ്റു പല നമ്മൾ ഹിന്ദു മതം പോലെ പോളിതീസ്റ്റിക് അല്ല. അതായത് ഇപ്പോൾ ശൈവർ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾക്കെല്ലാം ശിവനാണെന്ന് നമ്മൾ പറയും. അതായത് സൃഷ്ടിയും അതുപോലെ സ്ഥിതിയും സംഹാരമൊക്കെ ഒരാളാണ് എന്ന് പറയുന്നിടത്ത് അതേപോലെയാണ് ഇവർ കൊണ്ട് നടക്കുന്നത്. പിന്നെ നമ്മളുടെ പുനർജന്മ സിദ്ധാന്തം, ഇതുപോലുള്ള സംഗതികളിൽ അവർ വിശ്വസിക്കുന്നു. അങ്ങനെ കുറേ ഘടകങ്ങൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണല്ലോ ഹിന്ദുമതം എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു വലിയ ക്ലോസ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അതാണ് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് സുന്നി മത ഭീകരരെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ ഇസ്ലാമിക ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാം അറിയുന്നതുകൊണ്ട്
ഇസ്ലാമിൽ പറഞ്ഞ ഉം. പ്രകാരം ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ്, ഇവരൊക്കെ കാഫിറാണ്, ഇവരൊക്കെ വെടിവെച്ചിടണം. ഇതാണ് സത്യത്തിൽ ഇതിൻ്റെ പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതേ ഖുർആനിലുള്ള ആയത്തുകൾ എടുത്തു വെച്ചിട്ട് അവർ നടപ്പിലാക്കും. അതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കാഫിറുകളായിട്ടുള്ള ആളുകളെ പിടിക്കുക, അവരെ മതം മാറ്റുക, അവരോട് യുദ്ധം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവരെ ഈ പറഞ്ഞ ഒന്നുകിൽ അവർ കീഴടങ്ങി, അതല്ലെങ്കിൽ അവർ മതം മാറി ജിസിയ കൊടുത്ത് ജീവിക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് അത് പോകും, അല്ലെങ്കിൽ കൊല്ലപ്പെടുക. ഇതാണ് അവരുടെ മുന്നിലുള്ള ഓപ്ഷൻസ്. 3 ഓപ്ഷൻസാണ് വെച്ച് കൊടുക്കുക. ഒന്നുകിൽ കൊല്ലപ്പെടുക, അല്ലെങ്കിൽ മതം മാറുക, അല്ലെങ്കിൽ കീഴൊതുങ്ങി കയ്യോടെ ജിസിയ കൊടുത്ത് ജീവിക്കുക. ജിസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക് ടാക്സ് ആണത്. എന്ന് വെച്ചാൽ ഒരു ടാക്സേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ അതൊരു സംഗതി പേ ചെയ്യുന്നു എന്നുള്ളതിനേക്കാളപ്പുറം അത് അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. അതായത് ഈ ജിസിയ കൊടുത്ത് ജീവിക്കുന്നതിനേക്കാൾ ഭേദം നമുക്കൊരു മുസ്ലിമായിട്ട് മാറുന്നതാണ് എന്ന തോന്നൽ അവർക്ക് ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ആ നാണക്കേടിലൂടെ അവർ മുസ്ലിമായി മാറും. ഇതാണ് ഇതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ അതാണ്. അപ്പോൾ അങ്ങനെ 3 ഓപ്ഷൻസ്, 3 ഗുഡ് ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ 3 വലിയ നല്ല ഓപ്ഷൻസ് ഒക്കെ വെച്ച് കൊടുക്കാൻ മാത്രമുള്ള മഹാമനസ്കതയാണ് സത്യത്തിൽ ഇവർ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇതാണ് അവരോട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രൂസ് ഇപ്പോൾ അത് നേരിടുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ അലവൈറ്റുകൾ എന്ന് പറയുന്ന ഈ ഷിയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഭാഗമാണ്. മാർച്ച് മാസത്തിൽ നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചാണ്. അവരെയും ഇതുപോലെ വേട്ടയാടുകയായിരുന്നു. കാരണം അവരും ഈ സുന്നികളെ സംബന്ധിച്ചിടത്തോളം കാഫറുകളെ പോലെയാണ്. കാരണം അവരുടെ വിശ്വാസത്തിൽ പലതും ഇസ്ലാമിക വിരുദ്ധമെന്നാണ് അവർക്ക് മനസ്സിലാവുക. അപ്പോൾ അവർ ആ രീതിയിൽ അതിനെ കാണുന്നു. എന്നിട്ട് അവരെയും ഇതുപോലെ കാഫിറാക്കി അവരെയും തല്ലിക്കൊല്ലുന്നു. ഇതാണ് നമ്മൾ കാണുക. അപ്പോൾ അങ്ങനെ ഓരോ മേഖലയും നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിറിയ എന്ന് പറയുന്ന രാജ്യത്താണ് ഇപ്പോൾ നമ്മൾ ഇത് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഇസ്രായേൽ യാത്ര നടത്തിയ സമയത്ത് എങ്ങനെയാണ് ഈ ഒരു കൂട്ടം ആളുകളെ നമ്മൾ കൂടുതൽ പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ അത് അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പാലസ്തീൻ ഇസ്രായേൽ വിഷയം ഉണ്ടായ സമയത്ത് ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മജിദ് അൽ ഷംസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 12 കുട്ടികൾ ലെബനോനിൽ നിന്ന് വന്നിട്ടുള്ള ബോംബ് റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത. അത് ഈ അക്രമത്തിൻ്റെ ഇടയിൽ നമ്മൾ കേട്ടതാണ്. പക്ഷേ എവിടെയും കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഓൾ ഐസ് ഓൺ മജിദ് അൽ ഷംസ് എന്നൊന്നും പറഞ്ഞിട്ട് ആരും നിലവിളിച്ചിട്ടില്ല. കാരണം ഈ കൊല്ലപ്പെട്ടത് ഡ്രൂസ് കുട്ടികളായിരുന്നു, ഈ 12 പേരും. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ നോർത്തേൺ ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറിയ, ലെബനോൻ ഇതുമായിട്ട് ചേർന്ന് കിടക്കുന്ന, അതുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഗോലൻ ഹൈറ്റ്സും ആ ഭാഗമാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം തന്നെ ആയതുകൊണ്ട് അവിടെ കുട്ടികൾ കളിക്കുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്, അതിൻ്റെ ചിത്രങ്ങൾ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മൊബൈൽ ഫോണിൽ സൂം ചെയ്ത കാണുന്ന സ്ഥലം ഈ ലെബനോണിൽ, അത്രയും അടുത്തുള്ള സ്ഥലത്തു നിന്നാണ് ഈ റോക്കറ്റ് വീഴുന്നത്. അപ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുന്നു എന്ന് സൈറൺ മുഴങ്ങുമ്പോൾ ഓടി ഒളിക്കാനുള്ള സമയം ഇവർക്ക് കിട്ടുന്നില്ല. സെക്കൻഡ്സാണ്, 7 സെക്കൻഡോ 8 സെക്കൻഡോ കണ്ടേ ഇവർക്ക് കിട്ടുന്നുള്ളൂ എന്നാണെന്ന് പറഞ്ഞു കേട്ടെ. അതായത് വളരെ കുറഞ്ഞ സമയം, 10 സെക്കൻഡിൽ താഴെ. അതിൻ്റെ ഉള്ളിൽ ഓടി ഒളിക്കണം. അത് ഈ ബങ്കർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ അതിലേക്ക് ഓടി ഒളിക്കുന്നതിന് മുന്നേ ഇവരുടെ ഇടയിലേക്ക് ഈ റോക്കറ്റ് വീഴി കുട്ടികൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് പോയാൽ ഇന്നും അതവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ആ സംഭവം നടന്നത് എന്ന് നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടികൾ കൊല്ലപ്പെട്ട സമയത്ത് 11 പേര് കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം നമ്മൾ കേട്ടത്. 12ാമത്തെ ഒരു കുട്ടിയെക്കുറിച്ച് അറിയില്ല. അപ്പോൾ പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ ജഡം എവിടെ എന്ന് അന്വേഷണം. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുന്നു. അപ്പോൾ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെ DNA ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് ആ 12ാമത്തെ കുട്ടി അറിഞ്ഞത്. കാരണം ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടി കൊല്ലപ്പെട്ടത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ മറ്റേ കുട്ടി എവിടെ പോയി എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ റോക്കറ്റ് നേരെ ശരീരത്തിൽ പതിക്കുകയും അങ്ങനെ വലിയ പരിക്കിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി അവിടെ ഇല്ലാതെയാവുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഇതാണ് സംഭവിച്ചത്. അങ്ങനെയാണ് 12 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് വാർത്ത ഒരു 30 മണിക്കൂറിൻ്റെ ഒടുവിൽ 40 മണിക്കൂർ ആകുമ്പോഴേക്കും പിന്നീട് സ്ഥിരീകരിക്കുന്നത്. അത്രയും വലിയ പരിക്കുകൾ, ഇതാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെയാണ് നമ്മൾ ഈ ഡ്രൂസ് വിഭാഗത്തെക്കുറിച്ച് കൂടുതൽ കേൾക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അന്വേഷിക്കുമ്പോഴാണ് ഈ പറയുന്ന മറ്റു പല ചരിത്രം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തുറന്നു വരിക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ്, ഇപ്പോൾ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇസ്രായേലി പട്ടാളത്തിൽ ഇവർക്ക് വലിയ സ്ഥാനമാണ്. അതുപോലെ തന്നെ വലിയ സ്ഥാനം ഇൻ ദ സെൻസ് അവർ ഇസ്രായേലികളെ പോലെ തന്നെ അതിനകത്ത് ഭാഗമായിട്ട് ജീവിക്കുന്നു. അവരതിൽ ജോലി എടുക്കുന്നു, മറ്റു പല മേഖലകളിൽ അവർ വർക്ക് ചെയ്യുന്നു, പലതും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ പോലീസിൽ അവരുണ്ട്. അങ്ങനെ ഏത് മേഖലയിലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ജൂതന്മാരെങ്ങനെയാണോ അവിടെ ഉള്ളത് ഇതേപോലെ തന്നെ ഇവർക്കും ജീവിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ കാണുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സിറിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിറിയയുടെ ഒരു സദേൺ റീജിയൻ എന്ന് പറയുന്നത് കൂടുതലും ഈ ഡ്രൂസ് ജീവിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇല്ലായ്മ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ആവശ്യമാണ് അവരുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക് സ്റ്റേറ്റ് വാദികൾക്ക് എപ്പോഴും ആ ലക്ഷ്യമുള്ളതുകൊണ്ട്
അവിടെ പിന്നെ സംഭവിക്കുക ഈ രക്തച്ചൊരിച്ചിൽ തന്നെയാണ്. അവരില്ലാതെ ആക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനോടകം ഇസ്രായേൽ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഡമാസ്കസിൽ ബോംബിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. പക്ഷേ ഇസ്രായേലിനകത്ത് ഡ്രൂസ് വിഭാഗക്കാർ വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടത്താനുള്ള പദ്ധതി. അതിൻ്റെ ചെറിയ തുടക്കമൊക്കെ കാണുന്നു. കാരണം ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ അല്ലാതെ വേറെ ആരുമില്ല, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അത് എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള ഒരു രീതിയിലാണ് അവർ അതിനെ കാണുന്നത്. അത് വാസ്തവമാണ് താനും. വേറെ ആരും ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നും വാർത്തയായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ ഒരു കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളോ സേവ് ഗാസ പോലെ സേവ് ഡ്രൂസ് ഒന്നും എവിടെയും കാണാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരും പിന്നെ ഇസ്രായേലും പിന്നെ 1-2 രാജ്യങ്ങളും, അതിനപ്പുറത്തേക്ക് വേറെ ആരുമില്ല. ഇന്ത്യ പോലും അതിനോട് പ്രതികരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ്, ആരാണ് എന്താണ് എന്നുള്ളത്. ഈ മതവിഭാഗം ന്യൂനപക്ഷം അത് ഏത് തന്നെയായാലും എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറയുക. അതിപ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതൊരിക്കലും അത് ന്യൂനപക്ഷങ്ങൾക്ക് വയലൻസ് എടുക്കാനായാലും ശരി, അത് ഭൂരിപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വയലൻസ് എടുക്കാനുള്ള ന്യായമായിട്ടൊന്നും നമുക്കിതിനെ കാണാനോ അതിനെ അനുകൂലിക്കാനോ കഴിയില്ല. പക്ഷെ ഇവിടെ ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അവിടെ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന സംഗതികൾ കാണുമ്പോഴാണ് ഈ ന്യൂനപക്ഷ വേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഈ നിലവിളി നമ്മുടെ നാട്ടിലും അതൊരു കാപട്യമാണെന്ന് നമ്മൾ പലപ്പോഴും പറയേണ്ടതായിട്ട് വരുന്നത്. അതൊരു വിക്ടിം കാർഡ് കളിക്കാനുള്ളൊരു കാർഡ് മാത്രമാക്കി അവരതിന് ചുരുക്കി അതിൻ്റെ ആ ഒരു വില നശിപ്പിച്ചു എന്നുള്ളതും കൂടിയാണ് നമ്മളിവിടെ നിന്ന് പറയേണ്ടി വരിക. ഓക്കെ, ആരിഫ് സാറ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡ്രൂസ് എന്നൊരു വിഭാഗം സിറിയയിലുണ്ട്. അവർ ഇത്തരം ക്രൂരതകൾ അനുഭവിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് ലോകത്ത് ഇസ്രയേൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇസ്രയേൽ മാത്രമാണ് ഇന്ന് ഡ്രൂസ് വിഭാഗത്തിനൊപ്പം നിൽക്കുന്നത്. ഇവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ ലോകത്തോട് തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ കൂടെ വേണമെന്നാണ് ഡ്രൂസ് വിഭാഗവും ആവശ്യപ്പെടുന്നത്. ആരിഫ് സാർ സൂചിപ്പിച്ചതുപോലെ സേവ് ഗാസ പോലുള്ള പ്രക്ഷോഭങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഡ്രൂസ് വിഭാഗത്തിന് വേണ്ടി നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴും ന്യൂനപക്ഷ വേട്ട എന്നുള്ളത് ഇവർക്ക് പലപ്പോഴും എടുത്തുപയോഗിക്കാനുള്ള വിക്ടിം കാർഡുകൾ മാത്രമായി മാറുന്നു. ഇതിലൊരു തമാശയുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഈ ലെബനോണിൽ ഡ്രൂസ് ഉണ്ട്, അതുപോലെ സിറിയയിൽ ഡ്രൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഇസ്രായേലിലും ഡ്രൂസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഇതിലൊരു തമാശ, ഈ ലെബനോണിലുള്ള ഡ്രൂസുകൾക്ക് സിറിയയിലുള്ള ഡ്രൂസുകൾ പോയി കാണാനോ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനോ പലപ്പോഴും സാധിക്കാറില്ല. വലിയ ഒരു റൈവലറി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇസ്രായേലിലേക്ക് വരും. അപ്പോൾ കോമൺ മീറ്റിംഗ് പ്ലേസ് പോലും അവർക്ക് ഇസ്രായേലാണ്, ഈ പറയുന്ന ഈ റീജിയൻ. അപ്പോൾ അവർ ഇപ്പോൾ വീടുകളിൽ അവരുടെ ബന്ധുക്കൾ അപ്പുറത്തും പുറത്തുണ്ടാവും പല സ്ഥലങ്ങളിലും. ഇതൊക്കെ ഒരു ചെറിയ വരയുടെ അപ്പുറത്തും നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവർ ഇപ്പോൾ ബന്ധു വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടി അവരെന്ത് ചെയ്യും, അവർ ഇസ്രായേലിലേക്ക് വരും 2 കൂട്ടരും. എന്നിട്ട് ഇസ്രായേലിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ പലപ്പോഴും നടന്നു പോകുന്നത്. പിന്നെ നമ്മളിപ്പോൾ അവരോട് നേരിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കും മുഖം പുറത്ത് കാണിച്ചിട്ട് സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊന്നും പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഷെയ്ഖ് എന്നാണ് വിളിക്കുക ഈ ഡ്രൂസ് നേതാക്കളെയും. അതിൻ്റെ മത പുരോഹിതർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമില്ല, പക്ഷേ അതിലെ അവരുടെ പ്രധാനപ്പെട്ട വോയിസസിനെ അവർ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടാണ് അവരും അതിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പുറത്തു വന്നും അവരുടെ ചിത്രമൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സാധാരണ ഒരു വ്യക്തി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് പറഞ്ഞാൽ അവരുടെ ജീവൻ അപകടത്തിലാവുന്ന അവസ്ഥ അവിടെ ഉണ്ട്. ആ അപകടത്തിലാക്കുന്നത് ജൂതന്മാരല്ല, അത് ഈ പറയുന്ന ആളുകളാണ്. അതാണ് പലപ്പോഴും അവരുടെ ആളുകൾ നേരിട്ട് പുറത്തു വന്നിട്ട് ഇത് പറയുന്നത് കാണും. ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് 1-2 ആളുകളെ കൊണ്ടുവന്ന് ഇത് പറയാനും പറയിപ്പിക്കാനൊക്കെ. പക്ഷേ അവർ പലപ്പോഴും അത് പിന്മാറുക ചെയ്യുന്നത്. അതിപ്പോൾ എല്ലായിടത്തെയും ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ അവസ്ഥ നമ്മൾ പറയാറുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പല ആളുകളെയും പരിചയമുണ്ട്, ഈ പാകിസ്ഥാനി ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ. അവർക്ക് പുറത്തു വന്ന് ഇത് പറയാൻ കഴിയില്ല. അപ്പോൾ ഏതായാലും എനിക്കൊരു കത്ത് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പാകിസ്ഥാനി ഹിന്ദുവിൻ്റെ. അത് നമ്മളൊരു വീഡിയോ ആക്കണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് അവർക്ക് നേരിട്ട് വന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അവർ നമ്മളിങ്ങനെ സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അവരുടെ അനുഭവം ഒരു കത്തായിട്ട് അയച്ചിരിക്കും. ഇനി അങ്ങനെ വല്ല കത്ത് ഈ ഡ്രൂസ് വിഭാഗത്തിൽ നിന്ന് കിട്ടിയാൽ നമുക്കത് പുറത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. ഉറപ്പായിട്ട്, തീർച്ചയായിട്ടും അവരനുഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് ലോകം അറിയേണ്ടതുണ്ട്. എന്തായാലും വ്യക്തമാണ് ആരിഫ് സാർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.